എങ്ങനെയാണ് കോഹ്ലി പ്രായത്തെയും എതിരാളികളെയും വെല്ലുവിളിക്കുന്നത്? ഫൈനലിൽ ഒരു ഘട്ടത്തിൽ ഒരറ്റത്ത് അതിവേഗം വിക്കറ്റുകൾ പോയപ്പോഴും ഒരു RCB ആരാധകനും ആശങ്കപ്പെട്ടിട്ടുണ്ടാകില്ല. കാരണം അവരുടെ കിങ് ക്രീസിലുണ്ടായിരുന്നു. അയാൾ മനസ്സിലൊന്നുറച്ചാൽ അത് സാധ്യമാക്കിയേ മടങ്ങൂ എന്നത് ലോകത്തിന് അറിയാവുന്ന സത്യമാണ്. പലതവണ അത് ലോകം കണ്ടിട്ടുള്ളതുമാണ്. ഫൈനലിൽ തൻ്റെ ക്യാച്ചെടുത്ത ശുഭ്മാൻ ഗില്ലിനെയും പോകാൻ സൂചിപ്പിച്ച അമ്പയറേയും ഒരുപോലെ ചോദ്യം ചെയ്ത അയാൾ അവരെടുത്ത തീരുമാനം തെറ്റെന്ന് സ്ഥാപിക്കുന്നത് അയാളുടെ കഴുകൻ കണ്ണുകളുടെ കാഴ്ചയിൽ മാത്രമല്ല, അത്രമേൽ അയാൾക്ക് അയാളുടെ ബോധ്യങ്ങളുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണ് അത്. ആ പന്ത് ഗില്ലിൻ്റെ വിരലുകൾക്കിടയിലൂടെ പുല്ലിൽ തട്ടിയിരുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കിയത് കോഹ്ലി തന്നെയാണ്. അയാൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഈ കളി താൻ തന്നെ ഫിനിഷ് ചെയ്യണമെന്ന് അയാൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. ഒടുവിൽ വിന്നിംഗ് ഷോട്ട് പായിക്കുന്നതിന് മുൻപ് കോഹ്ലി ഒപ്പമുണ്ടായിരുന്ന ജിതേഷ് ശർമ്മയ്ക്ക് ഒരു സൂചന നൽകുന്നുണ്ട്, താൻ 6 അടിച്ച് കളി തീർക്കുമെന്ന തരത്തിൽ. എന്നാൽ അർഷാദ് ഖാൻ എറിഞ്ഞ 18ാം ഓവറിലെ 5ാം പന്ത് പുൾ ചെയ്ത് മിഡ് വിക്കറ്റിനും മിഡോണിനും മധ്യേ കൂടി അടിച്ചത് 4 മാറി സ്കോർ തുല്യനിലയിലാകുമ്പോഴും കോഹ്ലി തീരുമാനം മാറ്റുന്നില്ല. ജയിക്കാൻ ഒരു റൺസ് മാത്രം മതിയെന്നിരിക്കെ അടുത്ത പന്ത് ക്രീസിൽ പിന്നിലേക്കിറങ്ങി ലെങ്ത് ബോളിനെ ലോങ് ഓണിന് മുകളിലൂടെ ഗ്യാലറിയിൽ എത്തിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ജയിക്കുന്നത് 6 ആകണമെന്നും അത് തൻ്റെ ഷോട്ടാകണമെന്നും അയാൾ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ മറ്റാർക്ക് കഴിയും? കോഹ്ലി എങ്ങനെയാണ് ഈ സീസണിലെ റൺവേട്ടക്കാരിൽ 4ാമനായത്? അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ പ്രകടമായ മാറ്റങ്ങൾ ഇത്തവണ കാണാൻ കഴിയുന്നുണ്ട്. പവർ പ്ലേയിലെ അഗ്രഷൻ ഒന്നാമത്തെ തെളിവാണ്. ക്രീസിലെത്തി സെറ്റാകാൻ സമയമെടുക്കുന്ന പഴയ കോഹ്ലിക്ക് പകരം ആദ്യ പന്ത് മുതൽ റിസ്ക് എടുക്കാൻ തയ്യാറായ കോഹ്ലിയെ കണ്ടു. ഉയർന്ന റൺ റേറ്റായിരുന്നു ലക്ഷ്യം. 2016 തൻ്റെ ഏറ്റവും മികച്ച റൺവേട്ട കണ്ട സീസണിലേതിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റാണ് 10 വർഷത്തിനിപ്പുറം കോഹ്ലിയുടെ മാറ്റത്തിൻ്റെ വലിയ തെളിവ്. ഗുഡ് ലെങ്ത് പന്തുകളെപ്പോലും അതിർത്തി കടത്താനുള്ള ത്വര 165.85 എന്ന പ്രഹരശേഷിയിലെത്തി നിൽക്കുന്നു. 973 റൺസ് അടിച്ചുകൂട്ടിയ 2016 അത് 152 മാത്രമായിരുന്നുവെന്നും ഓർക്കണം. ഒരറ്റം കാത്തു സൂക്ഷിച്ച് സ്കോർ ഉയർത്തുന്ന ശൈലി വിട്ട് ആങ്കർ റോൾ ഉപേക്ഷിച്ച് അറ്റാക്കറായി മാറുന്ന കോഹ്ലിയാണ് ഇത്തവണ കണ്ടത്. സ്റ്റാൻസിലും ബാക്ക് ലിഫ്റ്റിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. IPL ഇത്തവണ ആദ്യ ക്വാളിഫയറിൽ വെങ്കടേഷ് അയ്യർ പുറത്തായതിന് പിന്നാലെ 3ാം ഓവറിലെ അടുത്ത പന്ത് മിഡ് ഓഫിന് മുകളിലൂടെ അയാൾ ലോഫ്റ്റ് ചെയ്ത് അതിർത്തി കടത്തുന്നുണ്ട്. അതും ഒരു ഗുഡ് ലെങ്ത് ബോളായിരുന്നു. കോഹ്ലിയുടെ 2026 IPL എന്നത് ശരിക്കും പവർ പ്ലേക്കായി മാറ്റിവെക്കപ്പെട്ടതാണ്. ആദ്യ ഓവറുകളിൽ കോഹ്ലി നേരിട്ട 50% പന്തിലും ബൗണ്ടറിക്കായുള്ള ശ്രമം നമുക്ക് കാണാം. ഇതിനു മുമ്പൊരു സീസണിലും കാണാത്തത്ര ആക്രമണകാരിയായി മാറുന്ന കോഹ്ലിയായിരുന്നു ഇത്തവണത്തേത്. IPL യുവതാരങ്ങളുടെ അതിവേഗ ബാറ്റിംഗ് തൻ്റെ ശൈലി മാറ്റാൻ പ്രേരണയായെന്ന് ഫൈനലിന് ശേഷം കോഹ്ലി വ്യക്തമാക്കുന്നുണ്ട്. ടീമിൻ്റെ ബാറ്റിംഗ് കരുത്ത് കാരണം അവസാനം വരെ താൻ ക്രീസിലുണ്ടാകണമെന്ന സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ലെന്ന് കോഹ്ലി തീരുമാനിച്ചിരുന്നു.